അലീനയുടെ സത്യം വൈജയന്തി അറിയുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴതൂരും മുമ്പിൽ നമ്മുടെ മനുവാണെങ്കിൽ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വന്നെത്തുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിൽ, അതായത് വൈജയന്തിയുടെ മക്കൾ മനുവിൻ്റെ സഹോദരങ്ങൾ നമ്മുടെ മനുവിനോട് പറയുന്നുണ്ട്, അമ്മ ഇവിടെ വലിയൊരു ഭൂകമ്പം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, അതത്ര നടക്കുന്നൊന്നുമില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. അതുകൊണ്ട് തന്നെ അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും വടിയും കൊണ്ട്. ഒടുവിൽ അമ്മ തന്നെ ആ വടി കൊണ്ട് അടി മേടിക്കുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും, സാധിക്കും. പ്രേക്ഷകരെ, കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്, എന്നും പ്രശ്നങ്ങളാണോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അമ്മ ഇടയ്ക്ക് ചെന്ന് പ്രശ്നം ഉണ്ടാക്കും, അച്ഛൻ കൃത്യം മറുപടി കൊടുക്കും, കൃത്യമായ വടി കൊണ്ട് ഒരടി കൊടുക്കും തലയ്ക്ക്. അതിൻ്റെ ഹാങ് ഓവർ അമ്മയ്ക്ക് ഒരാഴ്ച ഉണ്ടാകുമെന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ കാറ് വന്ന ശബ്ദം കേട്ട്, കുട്ടികളുടെ സംസാരം കേട്ട് വൈജയന്തി എന്തെയാണ് ഇറയത്തേക്ക് വന്ന് നോക്കുമ്പോൾ മനു അങ്ങനെ വൈജയന്തിയെ കണ്ടതും അകത്തേക്ക് പോവുകയാണ്, മക്കളോടുള്ള സംസാരം നിർത്തി വെച്ചിട്ട്. തുടർന്ന് എന്തൊക്കെയാണ് ആൻറ്റി വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നു. എനിക്ക് സുഖം തന്നെയാടാ, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയം മനു പറയുന്നുണ്ട്, ആൻറ്റിക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ആൻറ്റിയുടെ ശത്രു പോയില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും, സാധിക്കും. അപ്പോഴാണെങ്കിൽ എൻ്റെ ശത്രു പോയെങ്കിലും എന്തായാലും ഉണ്ടല്ലോ, അവളെപ്പോലെ ഒരു പഠിച്ച കള്ളിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവളെ മറക്കില്ല എന്ന് പറയുമ്പോൾ ആൻറ്റി അങ്ങനെയൊന്നും മറക്കില്ല അവളെ എന്തായാലും. കാരണം അങ്ങനെ മുറിക്കപ്പെട്ടു പോവേണ്ട ബന്ധമൊന്നുമല്ല അവളും ആൻറ്റിയും തമ്മിലുള്ളത്, വലിയൊരു ബന്ധം തന്നെയുണ്ട്. അത് അധികം വൈകാതെ തന്നെ മറനീക്കി പുറത്തേക്ക് വരുന്നത് തന്നെയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം അതെന്താടാ മനു നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആൻറ്റിക്ക് ഇപ്പം മനസ്സിലാകില്ല, പക്ഷേ അധികം വൈകാതെ തന്നെ മനസ്സിലാകും. അലീന ഇവിടെ നിന്ന് പോയി എന്ന് ആൻറ്റി വിചാരിച്ച് സന്തോഷിക്കുകയൊന്നും വേണ്ട. എന്തായാലും അവൾ തീർച്ചയായും ഇവിടേക്ക് തന്നെ വരാനുള്ളവളാണ് എന്ന് പറയുന്നു, മനു പറയുകയാണ് എന്ന് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തിയുടെ മുഖഭാവം മാറുകയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ കൊണ്ടുവരൂ എന്നാണോടാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റി അത് ആൻറ്റിയുടെ പാസ്റ്റ് തന്നെയാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ആൻറ്റിയുടെ ഭൂതകാലം, മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ തിന്മ ചെയ്ത കാലം, അതെല്ലാം പുറത്തേക്ക് വരും. അതോടൊപ്പം അലീനയും പുറത്തേക്ക് വരുമെന്ന് മനു പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ്